വണ്ണാത്തിപ്പുഴയും പാണപ്പുഴയും നിറഞ്ഞൊഴുകുന്ന കൈതപ്രം ഗ്രാമത്തിൽ സംഗീതമലയടിക്കുന്ന കണ്ണാടിയില്ലത്തെ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും 5ാമത്തെ മകനായി 1963 വിശ്വനാഥൻ നമ്പൂതിരിയുടെ ജനനം. പാട്ടിനോടുള്ള കമ്പം കാരണം നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെയും സഹോദരനും ഗാനരചയിതാവും കവിയുമായ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെയും സംഗീത വഴിയിലൂടെ സഞ്ചരിച്ചു. വായനശാലയിലെ റേഡിയോയിൽ വല്ലപ്പോഴും ഒഴുകിവരുന്ന ദേവരാജൻ മാസ്റ്ററുടെയും അർജുനൻ മാഷിൻ്റെയും പാട്ടുകളും കൈതപ്രം ഗ്രാമത്തിലെ തെയ്യവും തിടമ്പു നൃത്തവും താളമേളങ്ങളും പിന്നീട് തൻ്റെ പല ഗാനങ്ങളിലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളൊക്കെയും ഇന്നും മലയാളികൾക്ക് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷണം എടുത്തു. പിന്നീട് മാതമംഗലം, നീലേശ്വരം എന്നിവിടങ്ങളിലെ സ്കൂളിൽ സംഗീതാധ്യാപകനാവുന്നു. ആ കാലഘട്ടത്തിലാണ് കലോത്സവത്തിന് കുട്ടികൾക്കു വേണ്ടി സ്വന്തമായി ലളിതഗാനം എഴുതി അതിന് മ്യൂസിക് ചെയ്യുന്നത്. ആ ഗാനങ്ങളൊക്കെ പല വർഷങ്ങളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കിയവയാണ്. അതായിരുന്നു ആദ്യമായി സംഗീത സംവിധായകൻ എന്ന തലത്തിലേക്ക് മാഷിനെ ഉയർത്തിയത്. പിന്നീട് ജ്യേഷ്ഠനായ കൈതപ്രം സിനിമാ സംഗീത സംവിധാനത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ സംഗീത സംവിധാന സഹായിയായി കൂടെ കൂട്ടുന്നു. എടോ, ആ കാലത്ത് എൻ്റെ ഏട്ടൻ എന്നെ സിനിമയിലേക്ക് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും ഏതെങ്കിലും സ്കൂളിൽ ഒരു സംഗീത അധ്യാപകനായി ഒതുങ്ങിക്കൂടുന്നുണ്ടാവും. സ്വാതി തിരുനാൾ കലാകേന്ദ്രത്തിലെ വൈകുന്നേരങ്ങളിലെ മുറുക്കാൻ പൊതി തുറന്നുള്ള സംസാരത്തിൽ മാഷ് പറയാറുണ്ട്. പിന്നീട് ദേശാടനം, കളിയാട്ടം എന്നീ ചിത്രങ്ങളിൽ സ്വതന്ത്ര പശ്ചാത്തല സംഗീതം ചെയ്യുന്നു. കോഴിയങ്കം എന്ന പ്രമേയം പശ്ചാത്തലമാക്കി ജയരാജിൻ്റെ സംവിധാനത്തിൽ 2001 പുറത്തു വന്ന കണ്ണകി എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായി കാലെടുത്തു വയ്ക്കുന്നത്. ജ്യേഷ്ഠൻ്റെ വരികൾക്ക് അനുജൻ്റെ സംഗീതം. ആ സിനിമയിൽ നിന്ന് തന്നെ പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന അവാർഡും നേടി. ഈ ചിത്രത്തിലൂടെയാണ് എന്നും മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, പ്രണയവും വിരഹവും ഒരുപോലെ വർണ്ണിക്കുന്ന കരിനീല കണ്ണഴകി കണ്ണകി, എന്ന് വരും നീ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്നീ ഗാനങ്ങളുടെ പിറവി. അതിൽ കരിനീല കണ്ണഴകി എന്ന ഗാനം ചിത്രയ്ക്ക് സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. കണ്ണകിയിലെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്ന ഗാനം റെക്കോർഡ് ചെയ്യാൻ സ്റ്റുഡിയോയിലെത്തിയ ദാസേട്ടൻ പാട്ട് കേട്ട് പറഞ്ഞത്, എന്തിനാടോ ഒരുപാട് പാട്ട് ചെയ്യുന്നത്, ഇതുപോലെ കുറച്ച് ഗാനങ്ങൾ ചെയ്താൽ പോരെ. ഈ വാക്കുകളാവാം ഒരുപക്ഷെ ആദ്യമായി സംഗീതം ചെയ്ത ഗാനത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. കണ്ണകിയിൽ തുടങ്ങി തിളക്കം, സൗമ്യം, അന്നൊരിക്കൽ, മധ്യവേനൽ, ഏകാന്തം, ദൈവനാമത്തിൽ, നീലാംബരി, ഓർമ്മ മാത്രം എന്നീ ചിത്രങ്ങളിലെത്തി സിനിമാ സംഗീത ചരിത്രം. എനിക്ക് ഏട്ടൻ വരി എഴുതി തന്ന പോലെ വേറെ ഒരാളും എഴുതി തന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ തന്നെയുണ്ട് കൈതപ്രം ജ്യേഷ്ഠാനുജന്മാരുടെ കൂട്ടുകെട്ടിൻ്റെ ആഴം. നാട്ടുകാരനായ മധു കൈതപ്രത്തെ സംവിധായകൻ ജയരാജിനെ പരിചയപ്പെടുത്തിയപ്പോൾ പിറന്ന ചിത്രമാണ് ഏകാന്തം. 3 നാട്ടുകാർ ഒരുപോലെ ആസ്വദിച്ച് നിർമ്മിച്ച ചിത്രം. അന്ന് ജ്യേഷ്ഠൻ്റെ ഗൃഹാതുരത്വം തുളുമ്പുന്ന വരികൾക്ക് അനുജൻ്റെ സംഗീതത്തിലൂടെ പിറന്ന മോഹനരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. സ്വന്തം ബാല്യത്തിലൂടെ, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്നീ ഗാനങ്ങളിലൂടെ ആസ്വാദകരെ അവരവരുടെ ബാല്യകാലത്തേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള വരികളായിരുന്നു ജ്യേഷ്ഠാനുജന്മാർ നിർമ്മിച്ചത്. ഒരിക്കൽ ആ ഗാനം ആസ്വദിക്കുമ്പോഴാണ് പല്ലവിക്ക് ശേഷം വിഷൻമാഷുടെ ശബ്ദം കോറസായി കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഈ കഥ പറഞ്ഞത്. എറണാകുളത്ത് ഈ ഗാനത്തിൻ്റെ റെക്കോർഡിങ് ദാസേട്ടൻ 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് ആ സമയം എത്തിയാൽ മതിയെന്നും പറഞ്ഞു. പക്ഷെ ദാസേട്ടന് വേറെ എവിടെയോ പോകേണ്ട തിരക്ക് കാരണം രാവിലെ 10 മണിക്ക് എത്തിയത് കൊണ്ട് നേരെ വന്ന് പാടിയപ്പോൾ കോറസ് പാടാൻ മക്കളെത്താത്തത് കാരണം ഞാൻ തന്നെ അങ്ങ് കയറി പാടി. അതുകൊണ്ട് തന്നെ ആ ഗാനമുള്ള കാലം വരെ മാഷിൻ്റെ ശബ്ദവും ആളുകൾ ഓർക്കും. ജ്യേഷ്ഠൻ കൈതപ്രം തിരുമേനിയെപ്പോലെ ഞങ്ങളും
എന്ന് വരും നീ, എന്ന് വരും എന്ന് ചോദിക്കുമ്പോൾ ഭൂമിയുടെ കോണിലെവിടെയോ മുറുക്കാൻ പൊതിയും കയ്യിൽ പിടിച്ചു പറയുന്നുണ്ടാവും, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ സരയൂ തീരത്ത് കാണാം. പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാ തീരത്ത് കാണാം. ജ്യേഷ്ഠൻ എഴുതുക, അനുജൻ ചിട്ടപ്പെടുത്തുക, ആ ഗാനങ്ങളൊക്കെ സൂപ്പർ ഹിറ്റുകളാവുക. മലയാളിക്കിനിയും എത്രയോ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനങ്ങൾ സമ്മാനിക്കാനുണ്ടെങ്കിലും അതൊക്കെ പാതി വഴിയിൽ വെച്ച് അദ്ദേഹം സംഗീതസാഗരത്തിൽ ലയിച്ചു ചേർന്നു. പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം. ഞാൻ കൈതപ്പുറം വിശ്വനാഥൻ. കുറച്ച് സിനിമകൾ പാട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സംഗീതവും പഴയ സംഗീതവും എല്ലാ സംഗീതവും എല്ലാം ഒന്നാണ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു എളിയ കലാകാരനാണ്. നീ എൻ നെഞ്ചിൽ പൂത്ത മുല്ല, നിന്നിൽ എന്നിൽ ആ സുഗന്ധം, എന്നും നമ്മൾ കണ്ടില്ലെന്നാൽ എന്നോ നമ്മൾ ഒന്നായി മാറി. ഗാനാലാപം രാവിൽ കേൾക്കുമ്പോഴും ആരാണതെന്നറിഞ്ഞില്ലല്ലോ ഞാൻ. സുജാതയുടെ മകള് ശ്വേതയും അതുപോലെ ദാസേട്ടൻ്റെ പുത്രൻ വിജയേശുദാസും കൂടി ചേർന്ന് പാടിയ പാട്ടാണ് ഞാൻ പാടിയത്. ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ ചെയ്തൊരു പാട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയ സംഗീതവും ഇതും എല്ലാം ഒന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ എന്ന് വരും നീ ചെയ്തൊരു കാലമുണ്ട്, അതും അതിന് മുമ്പത്തെ കാലമായാലും പഴയ പാട്ടായാലും എല്ലാറ്റിൻ്റെയും റിസൾട്ട് ഒന്നാണ്. എന്നു വരും നീ, എന്നു വരും നീ എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ. ശരിക്കും ഇന്ന് വരുന്നുള്ള ചെയ്യുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹായിയായിട്ടായിരുന്നു അന്ന്. അതാണ് നമുക്ക് പ്രചോദനം. ഇപ്പം ഏട്ടൻ്റെ കൂടെ നിന്ന് കുറേ കാലം പല പാട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ചെയ്ത് അങ്ങനെയുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളാവുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർത്തെടുക്കുന്നൊരു വിഷയമുണ്ട്. നമ്മളാവാൻ ഈ പറഞ്ഞ പോലെ അമ്മമാർ പണ്ട് താരാട്ട് മുതൽ അങ്ങനെ വരുന്ന ഒരു നമ്മളെ വളർത്തുന്നൊരു വിഷയമുണ്ട്. അതേപോലെ ഒരു വിഷയമാണ് ഈ സംഗീത രംഗത്ത്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പശ്ചാത്തല സംഗീതം ചെയ്തുകൊണ്ടാണ് വരുന്നത്. അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസാണ്. കാരണം എന്നെക്കാൾ എത്രയോ പാട്ടുകൾ, എത്രയോ മഹാന്മാരായിട്ടുള്ള സംഗീത സംവിധായകന്മാർക്ക് പാട്ട് എഴുതി കൊടുത്ത ആളാണ്. പല ട്യൂണുകൾക്കും അല്ലാതെ വരികൾക്കും ഒക്കെ ചെയ്തിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അത് നമ്മളിലേക്ക് പകരുക എന്നുള്ളതാണ് വിഷയം. ഇതിപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത തലമുറക്കും ഇതന്നെയല്ലേ പകരേണ്ടത്. ഇതാണ് പകരേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഈ എപ്പോഴും സംഗീതം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ ഡയറക്ടറുടെ മനസ്സിലൊരു കഥയും ആ കഥയിൽ ഇന്ന സന്ദർഭത്തിലാണ് പാട്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആവശ്യമുള്ള ട്യൂൺ നമ്മൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കാര് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളെ ക്രിയേഷൻ അവിടെ കൊടുക്കണം. അതായത് അദ്ദേഹം പറയുന്ന സിറ്റുവേഷന് കണക്കായിട്ടുള്ള ഒരു മ്യൂസിക് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ ആ വരികൾക്ക് നമ്മൾ സംഗീതം കൊടുത്ത് ആ സിറ്റുവേഷനെ ഒന്ന് പോഷിപ്പിക്കണം, അതിനൊന്ന് ഉയർത്തി കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. അത് ജയരാജനെ പോലുള്ള വലിയ ഡയറക്ടർമാരാകുമ്പോൾ അവർ അതിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി നമ്മളെ മനസ്സിൽ അതിൻ്റെ ഒരു
പിക്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു ധാരണ. ഒരു ഡിവൈൻ യക്ഷിയുടെ ഒറ്റ വാക്കിലാണ് പുള്ളി എന്നോട് പറഞ്ഞത്. ഒരു ഡിവൈൻ യക്ഷിയാണ്, പക്ഷേ ഡിവൈൻ യക്ഷിയാണ്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ ജീവിക്കുന്ന, എന്നാൽ ഈ പറഞ്ഞ ഈ ജീവിതത്തിൻ്റെ പല പാതകളിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്രണയമാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചില ചിന്തകളാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു പ്യുവർ രാഗത്തിൽ ചെയ്യണമെന്ന് ആദ്യം ഉദ്ദേശിച്ചിട്ടില്ല ശരിക്കും. പക്ഷേ ചെയ്തു വന്നപ്പോൾ അങ്ങനെയാണ് വന്നത്. പക്ഷെ അതിലും നമ്മുടേതായിട്ടുള്ളൊരു ചെറിയ ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പാട്ട് കേൾക്കുന്നവർ പാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. ആ പാട്ടിൻ്റെ മെലഡി എന്താണ്, അതിനകത്ത് ഉള്ള കണ്ടൻറ് എന്താണ്, ഇത്രയും ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നു വരും നീ, വീണ്ടും എന്ന് വരും നീ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ എന്നു വരും നീ, എന്നു വരും നീ എൻ്റെ നിലാപ്പന്തലിൽ വെറുതെ, എൻ്റെ കിനാപ്പന്തലിൽ വെറുതെ കാണാൻ, വെറുതെ ഇരിക്കാൻ, വെറുതെ വെറുതെ ചിരിക്കാൻ, തമ്മിൽ വെറുതെ വെറുതെ മിണ്ടാൻ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോവൻ ഫോക്കാണ്. അതെനിക്ക് ഗോവൻ ഫോക്കാണെന്ന് എനിക്ക് ആദ്യം അറിയുന്നില്ല. എൻ്റെ ചേച്ചി ഏതോ ഒരു വരി എടുത്ത് തന്നിട്ട് അതിങ്ങനെ ഇതേതാണെന്നൊക്കെ അങ്ങനെ കിട്ടിയൊരു വരിയാണ്. അതുപോലെ ജയരാജ് സാറും ഒരു സപ്പോർട്ട് ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ട്യൂണ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ആ 4 വരി അതുപോലെ വെച്ചു. കമല സെണ്ട് നാസിമേ നാസിമേ, വിമല സെണ്ട് ബദരിമേ ബദരിമേ, നിമകയാറ് ബേക്കമ്മ നിമകയാറ് ബേക്കമ്മ, കമല സെണ്ട് നാസിമേ നാസിമേ. അപ്പോൾ ജ്യേഷ്ഠനായി ഉടനെ അതിൻ്റെ ആ ഇത് വെച്ചിട്ട് വേറെ വരി എഴുതി. ഇത് വേറെ അർത്ഥമാണെങ്കിലും, ഉപ്പറിക്കാൻ പോരുമോ പോരുമോ, തുള്ളി മഞ്ഞു നുള്ളുവാൻ പോരുമോ, ചാന്ത് പൊട്ടുമായി കളിച്ചിന്തു പാട്ടുമായി, ഉപ്പറിക്കാൻ പോരുമോ പോരുമോ. ഇതാണ് അതിൻ്റെ ഒരു രീതി. അതിൻ്റെ കാരണം തന്നെ അതൊരു ഫോക്ക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ്. ശരിക്കും യഥാർത്ഥത്തിൽ അതാണ്, ഒരു പഴയൊരു ഫോക്ക് പോലെ തോന്നണം എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ സലീൽ ചൗധരി വന്ന സമയത്ത് ഭയങ്കര വ്യത്യാസം വന്നു, എന്നിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി. AR റഹ്മാൻ വന്നു, എല്ലാം ബുദ്ധിമുട്ടായി. ഇങ്ങനെയാണല്ലോ പറയുന്നത്. സത്യത്തിൽ ഇതിലെല്ലാം സംഗീതം തന്നെയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഭാഷയുടെ വിഷയം, നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് പോയിട്ട് ഒരാളെ നമുക്ക് എന്ത് വിജയത്തെ വേണം വിളിക്കാം. ആ ഭാഷ അവർക്കറിയാത്തടത്തോളം നമുക്ക് എന്തും വിളിക്കാം. നമ്മളെ ഭാഷയിൽ വരുമ്പോൾ ഇത് വിഷയമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്തൊരു പടത്തിലെ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ, ഒരു മെൻ്റലി റിട്ടയർഡായിട്ടുള്ള ഒരു പയ്യൻ്റെ കഥയാണ്. അപ്പോൾ വാതാപി ഗണപതിന്നോ ശ്രീവിനായകന്നോ ഒന്നും പഠിച്ച് കാര്യമില്ല. ഈ പയ്യൻ്റെ ഫീല് കാണിക്കാൻ വേണ്ടിയാണ്, ആ പയ്യൻ എങ്ങനെയാണ് എന്ന് കാണിക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള വിഷയം കാണിക്കാനുള്ളൊരു വിഷയം മാത്രമാണ് ഈ പാട്ട്. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഗതികളോ ഒന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഈ ജയരാജ് സാറിനെ പറഞ്ഞൊരു ഈ പഴയ ചൊല്ലാണ് ഈ സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറഞ്ഞത്.
അത് കുറച്ച് ഭംഗിയാക്കിയേ ഉള്ളൂ. ഇപ്പോൾ പണ്ട് പറയുന്നതിനേക്കാളും കുറച്ച് വൃത്തിയാക്കി മാത്രമേ ഉള്ളൂ ശരിക്കും. ഇതല്ലാതെ അതിൻ്റെ തൊട്ടടുത്ത വരി എഴുന്ന ഇതൊന്നുമല്ല. അവിടെയാണ് അതിൻ്റെ വിഷയം കിടക്കുന്നത്. ഇത് സാറേ സാറേ സാമ്പാറേ ഇങ്ങനെ കേൾക്കൂ. അത് കഴിഞ്ഞ് മയിൽ പീലി കൊണ്ടെന്നു നീ എന്നെ മയിലാക്കി മാറ്റിയില്ലേ, കുളിരായ കുളിരൊക്കെയും നിന്റെ മറുവാക്കു കേട്ടിൽ. ഇത്രയും മെലഡി അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. അതിനെ വിമർശിക്കാണ്ട് ഇതിനെ വിമർശിച്ച് കാര്യമൊന്നുമില്ല. അല്ല, അതൊരു വിഷയമല്ല. അത് പൊതുവെ അങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളെ മലയാള സിനിമ മാത്രമല്ല എല്ലാ സിനിമയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ വിഷയം. അത് ഇത്രയൊന്നും വലിയ വിഷയമില്ല. ഈ സന്ദർഭത്തിനനുസരിച്ചാണ് ഗാനങ്ങൾ ഉണ്ടാവുക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നീയൊരു നീമപസാസ നീമപരീരി പരി ഗമരി നീസ അല്ലേ ഉള്ളൂ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും, കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും, ഇല പൊഴിയും ശിശിരവനത്തിൽ നീ അറിയാതൊഴുകും കാറ്റാകും, നിൻ മൃദുവിരലിൻ സ്പർശം കൊണ്ടൻ പൂമരമടിമുടി തളിരണിയും, ശാരദയാമിനി നീയാകുമ്പോൾ യാമക്കിളിയായി പാടും ഞാൻ, ഋതുവിൻ ഹൃദയം നീയായി മാറും പ്രേമസ്പന്ദനമാകും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. ഇതിനൊരു ശരിക്കുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല. എന്നുവെച്ചാൽ നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മുടെ മനസ്സിൽ രാഗങ്ങൾ വരിക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഞാൻ കണ്ട എല്ലാ സംഗീത സംവിധായകരും അങ്ങനെ. ഇളയരാജ സാർ ആയാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രാഗങ്ങളാണ് അദ്ദേഹം. സത്യത്തിൽ ആ രാഗത്തിനല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, ആ മൂഡിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ പോയാൽ ഇങ്ങനെ കിട്ടും. അതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ന്യായം. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി അടുത്തത്. ഇപ്പോൾ ഞാൻ എന്തുദ്ദേശിക്കുന്നു, ഇതല്ലല്ലോ വിഷയം. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, സംവിധായകൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ട സാധനം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഉദ്ദേശത്തിന് വലിയ വിലയൊന്നുമില്ല അല്ലേ. നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്. അങ്ങനെ ഒരു രാഗം, എല്ലാ രാഗവും നമുക്കിഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ സംഗീതജ്ഞന്മാർക്കും എല്ലാ രാഗവും ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷെ ഞാൻ കണക്കാക്കുന്ന ചില കാര്യങ്ങൾ, സാധാരണ മനുഷ്യൻ്റെ മനസ്സിലുള്ള ചില രാഗങ്ങളുണ്ട്, മൈനർ രാഗങ്ങൾ. ഇപ്പം ആഭേരി അതുപോലെയുള്ള ഒരുപാട് രാഗങ്ങളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഇപ്പോൾ സഗമദനി സനി മഗ സനി സനി ഗ സ, ചെറിയ ഗ വരുന്ന രാഗങ്ങൾ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അതേപോലെ തന്നെ സരി ഗ പദ സരി സ മോഹൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ നോക്കി പിന്നെ ഏതാ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ ആകെ പറയാൻ പറ്റുന്നത് ക്ലാസിക്കലിൻ്റെ അധിക സ്പർശമുള്ള തോടി പോലെയുള്ള രാഗങ്ങൾ. പക്ഷെ അതിലും നല്ല വൃത്തിയായിട്ട് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടമാവും.
അതിൽ ഒരുപാട് ഉദാഹരണങ്ങളിൽ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുമുണ്ട്. ഓരോന്നിനും ഓരോ രാഗത്തിനും ഓരോ കൾച്ചറുണ്ട്, ഓരോ ഫീലാണ്, എല്ലാറ്റിനും ഓരോ ഫീലാണ്. ആ ഫീലാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ആഭിയിലൊക്കെ പൊതുവെയുള്ള സാധാരണക്കാരുടെ മനസ്സിലുള്ള രാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തിയോ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി രാജരഥങ്ങൾ ഊർവലം പോകും മാമധുരാപുരി നീളത്തിരഞ്ഞു ചെന്തമിഴ് കോലനേ പാവം കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തിയോ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പു ചിലമ്പി. അങ്ങനെയല്ല മോഹന രാഗങ്ങൾക്കെല്ലാം നവരസങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് മര്യാദക്ക് അറിയുന്നവരുടെ കയ്യിൽ കിട്ടിയാൽ എന്ന് അത് ഞാൻ പറയണല്ലോ. അത് ഈ ആൾക്കാരെല്ലാം ചെയ്തത് തെറ്റ് ശരിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ദുഃഖമാണ് മോഹനത്തിൽ വേണ്ടത്, ആ ദുഃഖം കിട്ടും. സന്തോഷമാണ് വേണ്ടത്, സന്തോഷം കിട്ടും. സന്തോഷം ഈസി ആയിട്ട് കിട്ടും, ദുഃഖം കുറച്ച് ബുദ്ധിമുട്ടാകും. അത്രയേ ഉള്ളൂ, വേറെ വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ സന്തോഷം ഇപ്പം നൊട്ടേഷൻ നോക്കിയേ, ദസ പദ സരി എന്നാണ്. അപ്പോൾ കളി വീടുറങ്ങിയല്ലോ, സന്തോഷം തന്നെയാണ്. അതിനകത്ത് സാഹിത്യത്തിന് വ്യത്യാസമുണ്ട്. കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തെങ്ങുന്നല്ലോ. അപ്പം ഇതിനകത്ത് സന്തോഷവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. ഏത് രാഗത്തിനും നമുക്ക് നവരസങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും എന്നേ ഞാൻ പറഞ്ഞത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഞാൻ ഒരു അവകാശവാദമൊന്നുമില്ല. പക്ഷെ എല്ലാ രാഗത്തിനും നവരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചില പ്രത്യേക രസത്തിന് പ്രാധാന്യം ആ രാഗത്തിനുണ്ടാവും. ഇപ്പോൾ ആനന്ദഭൈരവി എന്ന് പറഞ്ഞ രാഗത്തിന് നമ്മുടെ നമ്മളിപ്പോൾ പറയുമല്ലോ, സ്ട്രെസ്സ് സമ്മർദ്ദം വരുമ്പോൾ ആനന്ദഭൈരവി എന്ന് പറഞ്ഞ രാഗം കുറച്ച് നേരം കേട്ടാൽ പ്രഷർ കുറയും. ആ ഭയങ്കരമായിട്ടുള്ള പ്രഷർ കുറയും. അത് ചെറിയ അറിവല്ലത്, അത് എത്രയോ കാലം മുമ്പേ ത്യാഗരാജസ്വാമി അടക്കമുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവമാണ്. പല രാഗങ്ങളും ഹിന്ദോളത്തിന് ഒരു പ്ലസൻറ്റ്, നമ്മളെ ഒരു എന്താ പറയുക, നമുക്ക് സന്തോഷം ഉണ്ടാവും. മോഹനം ഓൾറെഡി ഉണ്ട്, ശങ്കരാഭരണം, ദേശ്, ഇങ്ങനെ എല്ലാ രാഗത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ രോഗത്തിനെ വരെ മാറ്റാൻ പറ്റുന്നതാണ് കേൾക്കുന്നതല്ല അനുഭവത്തിലുള്ളത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ നമുക്ക് ആ ഒരു സോഴ്സുകൾ നമുക്ക് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ആരും മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. നമ്മൾ നടത്താൻ പറ്റുന്നതും എന്നാൽ ചിലവേറിയതും. ചിലവേറിയതെന്ന് വെച്ചാൽ പാട്ട് കൊണ്ട് മാത്രം പറ്റില്ല, ഇതിനെ ഗവേഷണം ചെയ്ത് ഒരു വഴിയിലെത്തിക്കണമല്ലോ. വലിയൊരു വിഷയമാണ്. പക്ഷേ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു വലിയൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്, മ്യൂസിക്കിനകത്ത്. ആ
സഗരിഗ മപദ വസാസനിദവു മഗരിസ സഗരിഗ മപദ മപ മഗരിസ സഗരിഗ മപദ വസാനി ഗരിസ. ഇതിൻ്റെ ആനന്ദഭൈരവരെ ആരോഹണ അവരോഹണങ്ങൾ നമ്മൾ ഒരുപാട് തവണ സെർച്ച് ചെയ്താൽ അതിനകത്ത് നമുക്ക് സമാധാനം ഉണ്ടാക്കുന്നത് നമുക്ക് കിട്ടുമല്ലോ സമാധാനം, പിന്നെ മറ്റുള്ളവർക്ക് കിട്ടണ്ടേ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണത്. ഈ ഞാൻ പറയുന്നതിനപ്പുറമുള്ള വിഷയമാണ്. കൈതപ്പുറം വിശ്വനാഥൻ്റെ മുകളിലുള്ള വിഷയമാണ് ഈ പറഞ്ഞ മ്യൂസിക് തെറാപ്പി തന്നെ. പക്ഷെ നമ്മൾ വിചാരിച്ചാലും നടക്കും. കാരണം മറ്റുള്ളവരെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. നമ്മൾ പാടി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മൾ വളരെ ചെറുപ്പത്തിൽ അച്ഛൻ പാടി കുറച്ച് നേരം മോനെ ഒരു താരാട്ട് പോലെ പാടിയാൽ മോന് സുഖമായിട്ട് ഉറങ്ങും. മോളായാലും മോനായാലും ഉറങ്ങും. അമ്മ പാടിയാലും ചിലപ്പോൾ ഉറങ്ങും. വേറെ ആൾ പാടി ഉറങ്ങണമെന്നില്ല. അതിനകത്ത് വേറെ പ്രസൻറ്റിൻ്റെ ഒരു വിഷയമുണ്ട്. ഒരാൾ നിൽക്കുന്നു, അത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, അത് വിഷയമുണ്ട്. എങ്കിലും അതിനേക്കാളും മുകളിൽ കിടക്കുന്നത് ആ താരാട്ടിൻ്റെ മഹാത്മ്യമാണ്, ആ സംഗീതത്തിൻ്റെ മഹാത്മ്യം. ഈ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 7 സ്വരങ്ങളിൽ ഒതുക്കുന്നൊരു വിഷയമൊന്നുമല്ല. ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന വിഷയത്തിൽ വരെ സംഗീതമുണ്ട്. ഞാൻ എന്തൊക്കെയാ സന്തോഷമല്ലേ എനിക്കൊരു സംഗീതമുണ്ട്. എന്താടാ എനിക്ക് തോന്നുന്നില്ലേ, വ്യത്യാസമുണ്ട്. എന്താ ഹേ, വ്യത്യാസമുണ്ട്. എല്ലാ ശബ്ദവും വാക്കും സംഗീതവും തന്നെ. ഇതൊരു വലിയ വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു പ്രമോ എന്ന നിലക്ക് ഒരു അടി വെച്ചത് മാത്രമേ ഉള്ളൂ. ഈ കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും വ്യത്യാസം പറയാൻ ഞാൻ ആരുമല്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ സംഗീതം ഓരോ ദേശത്തിന് ഓരോന്നാണ്, ഓരോ കാലത്തിന് ഓരോന്നാണ്. അപ്പോൾ സമയസംഗീതം എന്നുണ്ട് വിഷയം. ഓരോ സമയത്ത് ഹിന്ദു സംഗീതം കേട്ടാലേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അങ്ങനെ ഉണ്ടാവുമല്ലോ, മനുഷ്യന് അങ്ങനെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇപ്പോൾ ഇത് കേട്ടാൽ നല്ല സുഖം, അത് അനുഭവം മാത്രമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പ്രസക്തി വേറെയുണ്ട്, കർണാടക സംഗീതത്തിൻ്റെ പ്രസക്തി വേറെയുണ്ട്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വരാൻ പാടില്ല. ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അതിൻ്റേതായിട്ട് മഹത്വമുണ്ട്, കർണാടക സംഗീതത്തിന് അതിൻ്റേതായിട്ട് മഹത്വമുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പലപ്പോഴും നമ്മൾ പാടുന്ന കേട്ടിട്ടുള്ളത് സ്പീഡിന് ഒരു ലിമിറ്റൊന്നുമില്ല. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഗീത വിഷയത്തിൽ പെടുന്ന വിഷയമാണ് ചെണ്ട. ചെണ്ടയിൽ എവിടെയാണ് സ്പീഡ് കൂടുന്നത്? കർണാടക സംഗീതത്തിൽ അങ്ങനെ സ്പീഡ് കൂടാൻ പറ്റില്ല. 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം, 5-ാം കാലം, 6-ാം കാലം, ഇങ്ങനെ പറ്റുള്ളൂ. ചില വിഷയങ്ങളിൽ അതല്ലാതെ കാലങ്ങൾ മാറാം. അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഹംസധ്വനിക്ക് ഇന്ന് സ്വരേ പാടുള്ളൂ. അത് നിയമമുണ്ടെങ്കിലും സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. നമുക്കതില്ല. കർണാടക സംഗീതജ്ഞന്മാർക്ക് ഒരു കാരണവശാലും ഹംസധ്വനി ദാ പാടാൻ പറ്റില്ല, മാ പാടാൻ പറ്റില്ല. അതതിൻ്റെ നിയമമാണ്. അതുകൊണ്ടാണ് ഈ എത്രയും ഗഹനമായിട്ടുള്ള വിഷയമായിട്ട് വരുന്നത് കർണാടക സംഗീതം. കാരണം 72 മേളകർത്താരങ്ങൾ, ഈ 72-ന് 72 സ്വരസ്ഥാനങ്ങൾ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അത്രയും സ്വരസ്ഥാനങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്വരങ്ങളെല്ലാം അവർ വേണ്ട പോലെ യോജിപ്പിച്ച് അതിഗംഭീരമായിട്ട് സംഗീതം അവർ ചെയ്യുന്നുണ്ട്. നല്ല മനസ്സിന് സുഖം ഉണ്ടാവുന്ന പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളെ കയ്യിലും അതുണ്ട്. അത് നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ സംഗീതം. ഇപ്പം ഞാനിപ്പോൾ ഹിന്ദുസ്ഥാനി രാഗമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതൊന്നുമല്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരുന്നു. അതാണ്, അത് കണ്ണകിൽ തന്നെ ഒരു പഴയ പാട്ടാണ്. പനിസഗമഗരി പനിസഗമ പനി സനി പമഗ എന്ന് പറഞ്ഞാൽ കർണാടക രാഗമാണ്.
സനി പമഗരി എന്നൊരു നോട്ട് മാത്രമേ എക്സ്ട്രാ ഞാൻ ചേർത്തുള്ളൂ. ജനസമൂഹിനി എന്നൊരു രാഗമാണ്, അത് ഹിന്ദുസ്ഥാനിയിലുള്ള രാഗം. അത് എന്തുകൊണ്ട് നമ്മളെ രാഗാവുന്നില്ല? നമ്മളെ രാഗം തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ തോന്നിയത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം, പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാ തീരത്തു കാണാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. ഇതാണ് ആകെ ഒരു നോട്ട് മാത്രമേ എൻ്റെ വക ചേർത്തിട്ടുള്ളൂ. അത് എൻ്റെ വക ചേർത്തില്ല, അത് ഹിന്ദുസ്ഥാനിൽ ഓൾറെഡി ഉള്ളതാണ്. അത് എനിക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് ഇന്ന രാഗമാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അറിയുന്നു. എൻ്റെ കുട്ടികൾ ഈ നമ്മുടെ എൻ്റെ പ്രായമുള്ളവരുടെയൊക്കെ ഏകദേശം കുട്ടിക്കാലം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും ഭക്ഷണത്തിനൊക്കെ പ്രയാസമുള്ളൊരു കാലമാണ്. അതിപ്പോൾ എൻ്റെ മാത്രമല്ല, എൻ്റെ പ്രായത്തിലുള്ള എന്നെക്കാളും കുറച്ചുകൂടെ മൂത്തവർക്ക് കുറച്ചുകൂടെ ഉണ്ടാവും സത്യത്തിൽ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളന്ന് കൊച്ചു കുട്ടിയല്ലേ, ഈ ദുഃഖങ്ങളും ഇതൊന്നും അവരെ അമ്മമാരെ അറിയിക്കില്ല. അമ്മ അച്ഛനും ഇത് നമ്മളെ അറിയിക്കില്ല. അവരെങ്ങനെയെങ്കിലും അവർ കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിക്കാതെ നമുക്ക് തരുമല്ലോ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് ഒരു സന്തോഷകരമല്ല എന്ന് പറയാൻ പറ്റില്ല, സന്തോഷമാണ്. കാരണം അമ്മമാർ നമുക്ക് വേണ്ടത് ചെയ്യും, അച്ഛനും തരും, പിന്നെ വേണ്ടപ്പെട്ടവരെല്ലാവരും നമ്മളെ സ്നേഹിക്കും. കൊച്ചു കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം വരുമ്പോഴാണ് ഇതിൻ്റെ വിഷയം വരുന്നത്. ആ പറഞ്ഞ പോലെയുള്ള ദുഃഖങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. കൊട്ടിയൂർ അമ്പലത്തിൽ പോകുന്ന ഈ നമ്മളെ നെയ്യമൃതം കൊണ്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർ എത്രയോ കാലമായിട്ട് വ്രതം എടുത്തിട്ട് അവരെങ്ങനെ പോകുന്നതാണ്. അപ്പം അവർ പോകുന്ന ദിവസം ഒരു 3 മണിക്ക് 2 മണിക്കൊക്കെ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ അതിരാവിലെ ആ ചെനപ്പ് അതിന് പറയാം. അത് വേറെ ചില പടത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കളിയാട്ടത്തിലൊക്കെ ചിലപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ നമ്മളെ മനസ്സിനെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് നമ്മളെ പാട്ടിൻ്റെ അടിസ്ഥാനം. അതുപോലെ എൻ്റെ അച്ഛൻ ഒരുപാട് കാലം ചെമ്പൈ സ്വാമിയുടെ അടുത്ത് 10-12 വർഷം പഠിച്ച ആളാണ്. അത് കഴിഞ്ഞ് സംഗീത അധ്യാപകനായി. പിന്നെ കുറച്ച് നേരത്തെ മരിച്ചുപോയി. അമ്മയൊക്കെ നമ്മളൊരു വേദിക് പാരമ്പര്യം ഉള്ളതാണ്, വേറെ ഒന്നുമില്ല, പാട്ടൊന്നുമായിട്ടില്ല. പക്ഷെ അതും നമ്മുടെ സംഗീതത്തിനെ പോഷിപ്പിക്കുന്നതിന് നമ്മുടെ നാടിൻ്റെ മൊത്തം വിഷയങ്ങൾ, നമ്മുടെ നാടിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മളെ പോഷിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളെ സംഗീതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അത് തന്നെയാണ് നമ്മളെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ ഈ കുട്ടിക്കാലമൊക്കെ ഓർമ്മിക്കുമ്പം അത് തന്നെയാണ് എൻ്റെ ജ്യേഷ്ഠൻ എഴുതിയതും പിന്നെ ഞാൻ സംഗീതം ചെയ്തതായിട്ട് 2-3 പാട്ടുകൾ കുട്ടിക്കാലത്തിനെ കുറിച്ചുള്ളതാണ്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായോ പായും പ്രായം, അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം, അരയാലിലയായി നാമം ചൊല്ലും പ്രായം. ഒരു പാട്ട് ഇതേപോലെ തന്നെ സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്നു പോകാൻ മോഹമില്ലാത്തവരുണ്ടോ, സ്വന്തം സ്വന്തം പ്രണയത്തിലൂടെ ഒന്നലയാൻ ഉള്ളിൽ കൊതി തോന്നാത്തവരുണ്ടോ, കണ്ണാടിപ്പുഴ കാണുമ്പോൾ കണ്ണീർ കനവുകൾ തെളിയുമ്പോൾ
വെറുതെ പാടാൻ കൊതിക്കാത്തൊരാളുണ്ടോ? സ്വന്തം സ്വന്തം ബാല്യത്തിലൂടെ ഒന്നു പോകാൻ മോഹമില്ലാത്തവരുണ്ടോ? നമ്മൾ എത്രയോ കാലമായിട്ട് പഠിച്ച വിഷയമാണ് സംഗീതം. പഠിച്ച വിഷയം എന്നല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നൊരു വിഷയം. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം മാത്രമല്ല, ഞാൻ ആദ്യം സ്കൂൾ വർക്ക് ചെയ്തത് സംഗീത അധ്യാപകനായിട്ടാണ്. മാധവമംഗലം ഗവൺമെൻറ് ഹൈസ്കൂൾ, അതുപോലെ നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ ഒക്കെ സംഗീതം പഠിപ്പിച്ചുകൊണ്ട് തന്നെ ജീവിച്ചു. ആ കാലത്ത് തന്നെയാണ് ഞാൻ സിനിമയിൽ ഏട്ടൻ്റെ കൂടെ വന്നതും. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് സിനിമ ചെയ്തതും എല്ലാം ശരിയാണ്. പക്ഷേ നമ്മളെ ബേസിക്കലായിട്ട് നമുക്കൊരു വിഷയമുണ്ട്. നമ്മളെപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇതിനു വേണ്ടി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രുതിലയ എന്ന് പറഞ്ഞിട്ട്. പയ്യന്നൂരുണ്ട്, കോഴിക്കോട് കോവൂര് ഉണ്ട്. ഇതൊരു പരസ്യമല്ല, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സംഗീതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ, വേറെ അതിനകത്ത് സ്വാർത്ഥലാഭമൊന്നുമില്ല. നമുക്ക് ജീവിക്കാനുള്ള സംഗതികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ സംഗീതം എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷേ സംഗീതത്തിന് അതിൻ്റെതായിട്ട് മഹത്വമുണ്ട്, അതിന് വേണ്ടുന്ന ബഹുമാനം കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് തെറാപ്പിയിൽ വരെ എത്താനുള്ള വിഷയമാണെന്നും നമ്മുടെ ആരോഗ്യത്തിന് വരെ നേരെയാക്കാനുള്ള വിഷയം നമ്മുടെ സംഗീതത്തിലുണ്ട് എന്നുള്ള ഒരു വിഷയം നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് നല്ലത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കേരളത്തിൻ്റെ സംഗീത പുണ്യം കൈതപ്രം വിശ്വനാഥൻ തിരുമേനി നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഈ ഡിസംബർ 29-ന് 3 വർഷം പൂർത്തിയാകുകയാണ്. സിനിമാ ലളിത ഗാന സംഗീത മേഖലയിൽ കനത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ സംഗീത പ്രേമികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. അദ്ദേഹം ഈണം നൽകിയ കരിനീല കണ്ണഴകി എന്ന ഗാനമാണ് ഞാൻ പാടിയിട്ടുള്ളത്. വേറെയും കുറേ അദ്ദേഹത്തിൻ്റെ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പം ഞാൻ ആദ്യം കാണുന്നത് കൈതപ്രം തിരുമേനിയോടൊപ്പം റെക്കോർഡിങ്സിന് വന്നിട്ടാണ്. പല പാട്ടുകൾക്കും എനിക്ക് പഠിപ്പിച്ച് തന്ന അദ്ദേഹം പഠിപ്പിച്ചും തന്നിട്ടുണ്ട്. തിരുമേനിക്ക് വരാൻ സാധിക്കാത്ത റെക്കോർഡിങ്സിനെല്ലാം വിശ്വനാഥൻ തിരുമേനിയാണ് വന്ന് എന്നെ കൊണ്ട് പാട്ട് പാടിച്ച് റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപാട് സ്വാതന്ത്ര്യം തരാറുണ്ട് പാടുന്ന സമയത്താണെങ്കിലും. എപ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വെറ്റില മുറുക്കി ബാക്കിയകത്ത് വെറ്റില വാക്ക് വെച്ചുകൊണ്ട് റെക്കോർഡിങ്ങിൽ ഇരിക്കുന്നതും ഒക്കെ. വളരെ എന്താ പറയണ്ട, ഒരു സാധുവായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരുപാട് സങ്കടമുണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിൽ ഒരുപാട് സങ്കടമുണ്ട്. കരിനീല കണ്ണഴകി എന്ന ഗാനത്തിന് എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. കണ്ണകി എന്ന സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിന് 2001 സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. കോഴിക്കോട്ടെ സംഗീത പ്രേമികൾ എല്ലാവരും ചേർന്ന് വിശ്വനാഥൻ തിരുമേനിയുടെ ചരമദിനമായ ഡിസംബർ 29-ന് വൈകുന്നേരം കോഴിക്കോട് BM ഹൈസ്കൂളിൽ വെച്ച് ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. വൈകുന്നേരം 4 മണിക്കാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിന് എല്ലാ നന്മകളും നേരുന്നു. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ കല്ലറ ഗോപൻ. എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തും സഹോദര തുല്യനുമായിരുന്ന കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയുടെ സംഗീത വിദ്യാഭ്യാസ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സംഗീത ജീവിതത്തിലും ഏറെ അടുത്തു നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് എന്നും എനിക്ക് ഒരു വലിയ വേദന തന്നെയാണ്. മലയാള ചലച്ചിത്ര സംഗീത രംഗത്ത് വിശ്വനാഥൻ്റെ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് കൈതപ്രം വിശ്വനാഥൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 29-ന് കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന വിശ്വനാഥം 2024 എന്ന പരിപാടി വളരെ വലിയ ഒരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി.
നമസ്കാരം, ഞാൻ ജി വേണുഗോപാൽ. ശ്രീ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി. ഈ മാസം, അതായത് ഡിസംബർ അവസാനം, വിഷുവിൻ്റെ ഓർമ്മ ദിനമാണ്. ഈ ഒരു അവസരത്തിൽ വിഷുവിനെ ഒന്ന് ഓർത്തെടുക്കാൻ ഞാൻ ശ്രമിക്കട്ടെ. അതിപ്രശസ്തമായ കൈതപ്രം കുടുംബത്തിലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അനുജൻ ആണ് വിശ്വൻ. എൻ്റെ പ്രിയ സുഹൃത്തും. വളരെ കുറച്ച് ഗാനങ്ങളെ വിശ്വൻ സംഗീതം നൽകിയിട്ടുള്ളൂ. അവയിൽ 2 പ്രധാനപ്പെട്ട ഗാനങ്ങൾ, ഒന്ന് രാമരാവണൻ എന്ന ചിത്രത്തിൽ നിന്നും വേറൊന്ന് ഉള്ളം എന്ന സിനിമയിലെ ആടടി ആടാടടി എന്ന ഗാനവും ഞാൻ ശബ്ദം നൽകിയിട്ടുണ്ട്. അവയിൽ ഉള്ളത്തിലെ ഗാനം ആ വർഷം, അതായത് 2004 ഏറ്റവും നല്ല പിന്നണി ഗായകനുള്ള അവാർഡ് എനിക്ക് നേടിത്തന്നു. വിഷുവിൻ്റെ വളരെ കുറച്ച് ഗാനങ്ങൾ, അവയെല്ലാം ശാസ്ത്രീയ സംഗീത രാഗധാര വഴിഞ്ഞൊഴുകുന്ന അതിമനോഹരങ്ങളായ ഗാനങ്ങളായിരുന്നു. ഇന്ന് ഈ ഒരു അവസരത്തിൽ വിഷുവിൻ്റെ ഭൗതികമായ അസാന്നിധ്യത്തിൽ ഈ ഗാനങ്ങൾ ഞങ്ങൾ സംഗീതപ്രേമികൾ ഓർത്തെടുക്കുന്നു, മൂളുന്നു. എന്നും വിഷുവിൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. എൻ്റെ ആദരാഞ്ജലികൾ. 1987 നീലേശ്വരത്ത് എൻ്റെ കുഞ്ഞമ്മാവൻ്റെ ഇല്ലത്ത് വെച്ച് നടക്കുന്ന ഒരു സംഗീത ക്ലാസ്സിൽ ആണ് ഞാൻ വിശ്വേട്ടൻ്റെ ശിഷ്യനായിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഗൗരവമുള്ളൊരു ഗുരുനാഥനായിട്ട് തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ അതല്ലാത്ത സമയങ്ങളിലെല്ലാം അദ്ദേഹം നമുക്കൊരു മൂത്ത സഹോദരനെ പോലെയും ഒരു സുഹൃത്തിനെ പോലെയും വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന, ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ് അദ്ദേഹം എപ്പോഴും പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ നമുക്ക് ഒരു ഗുരുനാഥനിൽ കവിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശ്വേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ സമയം മുതൽ മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളവരോ ആയിട്ട് അതിൻ്റെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും തന്നെ അദ്ദേഹം ഉയരുന്നതിനൊന്നിച്ച് അവരെ കൂടി ഉയർത്താനുള്ളൊരു ശ്രമം അദ്ദേഹം എപ്പോഴും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. ഞാൻ തന്നെ, എനിക്ക് അത്യാവശ്യം പാട്ടുകൾ എഴുതുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നത് എന്താ വെച്ചാൽ, ഞാനൊരു കാസറ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നിൻ്റെ പാട്ടുകളുണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ശ്രീകൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ ആദ്യത്തെ കാസറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ 3 പാട്ടുകൾ ഞാൻ എഴുതിയ പാട്ടുകൾ അദ്ദേഹം ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ സ്വന്തം കൂടെ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു വലിയ സന്മനസ്സുണ്ടായിരുന്ന ഒരാളാണ് വിശ്വേട്ടൻ എന്ന് പറയുന്നത്. ഞാൻ സത്യത്തിൽ ഒരു ജന്മന വലിയൊരു സംഗീതജ്ഞാനുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു വലിയ സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളോ അല്ല. എന്നാൽ പോലും എൻ്റെ ഒരു സംഗീതത്തിനോടുള്ള മോഹം, അത് വിശ്വേട്ടൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അതിനോട് വല്ലാത്തൊരു മോഹം ഉണ്ടായി, താല്പര്യം ഉണ്ടായിട്ട് ഞാൻ അതിൽ തന്നെ ഇനി മുന്നോട്ട് പോകണമെന്നൊരു തീരുമാനം എടുത്ത സമയത്ത് വിശ്വേട്ടനാണ് എന്നെ തിരുവനന്തപുരം സംഗീത കോളേജ്, സ്വാതിരുനാൾ സംഗീത കോളേജിൽ ചേരാനുള്ള എല്ലാ സഹായവും ചെയ്യുന്ന വിശ്വേട്ടനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയൊരു മനസ്സായിരുന്നു വിശ്വേട്ടൻ ഉണ്ടായിരുന്നത്. വിശ്വേട്ടൻ്റെ വിയോഗം തീർച്ചയായിട്ടും ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു വിയോഗമാണ്. ഒരിക്കലും അത് നികത്താനാവാത്ത നഷ്ടം നമ്മളെപ്പോഴും സാധാരണ പറയുന്ന പോലെ പറയേണ്ടി വരുന്നെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും വളരെ ഉൾക്കൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് വിശ്വേട്ടൻ്റെ നഷ്ടം.